Co-powered by Lasa Ice Creams and Damro Furniture. Boing, boing. ഇത്രക്ക് ചിരിക്കാനൊന്നുമില്ല മകനെ. ഇന്നത്തെ ഷോ ഒരു 1.5 ഷോ ആയിരിക്കും. ഈ ഒരു പരിപാടിയിൽ നിന്റെ കളസം കീറിയിട്ടേ ഞാൻ പോവുള്ളൂ. എടാ അളിയാ, 1.5 ഷോ അല്ല, അതിന്റെ അപ്പുറം ഷോ ആയാലും ഇത്രയും ഒരു വേഷം കെട്ടി നീ ഇങ്ങനെ ഒരു ഞാൻ പ്രതീക്ഷിച്ചില്ല. എടേ, ഈ വേഷം ഞങ്ങളുടെ ദോഹയിൽ സെക്യൂരിറ്റിക്കാർ ഇട്ട് നടക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. സെക്യൂരിറ്റിക്കാർ ഈ വേഷം ദോഹയിൽ ആർജെ സൂരജ് അല്ല, ഇത് വേറെ സംഭവമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ചില പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് പോയിന്റുകൾ ഉപയോഗിക്കാം. പക്ഷെ വേഷം നല്ലതാണ്. പക്ഷെ ഇതിന്റെ കൂടെ ഒരു സ്കൂൾ ബാഗും ഒരു പാൽക്കുപ്പിയും ഒരു പിപിയും അങ്ങനെ സംഭവം വേറെന്താണ്. സംഭവം വേറെ സംഭവമാണ്. അതായത് ചില പെൺകുട്ടികൾക്ക് മുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ചില പെൺകുട്ടികൾക്ക് ടൈ ഇടുന്ന പുരുഷന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് സ്ലീവ് ഇങ്ങനെ വെക്കുന്ന ആൾക്കാരെ ചില ആൾക്കാർക്കും ചില പെൺകുട്ടികൾ ഇതുപോലെ കോലം കെട്ടുന്നതും ഇഷ്ടമാണ്. അല്ല, ഇതൊക്കെ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുക എന്ന് നോക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ഏതാ വെച്ചാൽ അവർ ചൂസ് ചെയ്തോട്ടെ. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞാല് നിന്റെ ടീമിൽ ഇന്ന് വരാൻ പോകുന്ന ആൾക്കാരെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആർട്ടിസ്റ്റ് കോർഡിനേറ്ററെ വിളിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തു. അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു വെച്ചു. അതിലുള്ള ഒരാളെ ഞാൻ ഇന്ന് പൊക്കും. നീ കാര്യമായിട്ടാണ് പറയുന്നത്? ആണ്. ഒരുമാതിരി സോങ് കാണിക്കരുത്. ഞാൻ എഗ്രിമെന്റ് എടുക്കാം. എഗ്രിമെന്റ് അല്ല, ഞാനിപ്പോ അവനെ വിളിക്കും. എങ്ങാനും സത്യമാണെങ്കിൽ അളയാ ഒരുമാതിരി വേലത്തിന് കാണിക്കല്ലോ. അല്ല, ഇതിപ്പോ ഇതിലെന്താ തെറ്റ്? ഞാൻ മൂപ്പരെ പ്രലോഭിപ്പിച്ചു. മൂപ്പര് കാര്യം പറഞ്ഞു. നിർത്തടാ, ഞാൻ വിളിച്ചിട്ട് ബാക്കി. ഹലോ, ദീപൻ, ഈ സൂരജ് പറയുന്നു ഞാൻ ക്യാഷ് ഒക്കെ തന്നിട്ട് ആർട്ടിസ്റ്റ് കോർഡിനേഷൻ ലിസ്റ്റ് ഒക്കെ വേണ്ടി കൊടുത്തെന്ന് പറഞ്ഞു. എന്തൊക്കെ പരിപാടിയാണ് താൻ കാണിക്കുന്നുണ്ട്? തനിക്ക് ഞാൻ ക്യാഷ് അല്ലേ തരുന്നുണ്ട്? ഞാൻ എവിടെ നിങ്ങൾ കഷ്ടപ്പെട്ട് നല്ല ചുള്ളം പിള്ളേരെ കൊണ്ടുവരുമ്പോൾ നീ ഇവിടെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് എന്നോട് എക്സ്ട്രാ ചോദിച്ചാൽ പോരായിരുന്നോ? ഇമ്മാതിരി പണി കാണിക്കില്ലേ കേട്ടോ ഒരുമാതിരി. നാളെ മുതൽക്ക് നിന്റെ ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ടതുണ്ട്. മേലാൽ നിന്നെ എന്റെ കണ്ണുമ്പേ കണ്ടുവരുത് കേട്ടോ. നീ ഒരുമാതിരി ശരിയല്ല കാണിക്കുന്നത്. ഇത് നമ്മൾ എന്ത് വഴക്കുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഇതുപോലത്തെ തറ പരിപാടി ചെയ്യാറില്ല. ഞാൻ ഏത് ലെവൽ വിജയിക്കാൻ വേണ്ടി ഏത് ലെവൽ വരെയും ഞാൻ പോകും. ഇപ്പൊ നീ നോക്കിക്കോ, നിന്റെ ടീമിൽ ആരാ വരുന്നത് നിനക്കറിയില്ല, പക്ഷെ എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിയാം. ശരി, നീ ഒന്ന് അടങ്ങ്. ആദ്യം ഷോ വെൽക്കം ചെയ്യട്ടെ. നമ്മൾ ഷോയിൽ തന്നെ പോയി. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ബോയിങ് ബോയിങ്ങിലേക്ക് സ്വാഗതം. ബോയിങ് ബോയിങ്ങിലെ ചടങ്ങുകൾ കഴിഞ്ഞു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വന്ന ആ എനർജി മൂഡും എല്ലാം പോയി. ഇവൻ എന്ത് പണിയെ കാണിച്ചതുകൊണ്ട് നിന്റെ എനർജി കൂട്ടാൻ വേണ്ടിട്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ ഇത്ര വലിയ ബോറനാവരുത്. നീ നോക്കിക്കോ, ഇപ്പൊ ആരാ വരാൻ വേണ്ടി പോകുന്നത്. കാണുമ്പോൾ എനിക്ക് കുറച്ച് എനർജി ഒക്കെ കൂടും. പക്ഷെ ആ എനർജി ഒക്കെ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാകുമ്പോൾ നിന്റെ എനർജി പോകും. ഞാൻ ബാക്കി പോയി നോക്കട്ടെ പരിപാടിയെ കാണിച്ചു. ഓടിപ്പോയിട്ടോ, ടാറ്റ, ബൈ ബൈ. അപ്പൊ ഇന്നത്തെ ബോയിങ് ബോയിങ്ങില് മാറ്റുരക്കാൻ വേണ്ടി പോരാടാൻ വേണ്ടി എത്താൻ പോകുന്ന ടീമുകള് நான் தினமும் தோற்பவள் அந்த ஆடை சண்டையோ
Super. Fantastic, bombastic, graceful, and hot and spicy. ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്റെ മനസ്സ് ഭയങ്കര വിഷമത്തിലാണ്. എന്താണെന്നറിയാമോ, നിങ്ങൾ വരുന്നതിന് മുന്നേ ഒരുത്തന്റെ ഫുൾ ഷോ ഓഫ് ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ കാണാൻ വേണ്ടി എടുത്തൊരു വേഷം കണ്ടോ? എന്തേ നിങ്ങൾ ഞെട്ടിയില്ലേ? ഈ മാല നിങ്ങൾ ഒരാൾക്ക് ഞാൻ തരും, ഉറപ്പായിട്ടും. ഈ മാല നിങ്ങളുടെ ഒരാൾക്ക് ഞാൻ തരും, ഡോണ്ട് വറി. സൂരജേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് സീരിയസ് ആണ്. പക്ഷേ ഞാൻ ഒരു കാര്യം എനിക്ക് ഇവരെ ഇവിടെ നിർത്തി ഒരു വഴക്കിന് എനിക്ക് താല്പര്യമില്ല. ഇവരെ കൊണ്ടൊന്ന് സീറ്റിൽ ഇരുത്തിയിട്ട് അപ്പം ടീം എക്ക് ലെഫ്റ്റ് സൈഡിൽ പോവാം, ടീം ബിക്ക് റൈറ്റ് സൈഡിൽ പോവാം. ഇതൊക്കെ ഊരി ഞാൻ കാശ് കൊടുത്ത് വാങ്ങി ഷോയിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ മുണ്ടഴിച്ച് തലയെ കെട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, എന്നെ കൊണ്ട് നീ അത് ചെയ്യും. ഊരി കാണാ നീ ഒന്നുമില്ല എന്റെ കൂടെ നിന്നല്ലടാ ഹോസ്റ്റ് ചെയ്യുന്നേ. എന്റെ കുട്ടികൾ പറയുന്നതൊക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്റെ പോലെ അത് കളഞ്ഞപ്പോ നീ കുറെ കൂടെ അലമ്പായി. ശരിയാവില്ല. ഞാൻ ഇതിപ്പോ പറ, ഇങ്ങനെ നിൽക്കുന്നതാണോ ഭംഗി അല്ല ഇങ്ങനെ നിൽക്കുന്നതാണോ ഭംഗി? എങ്ങനെ നിന്നാലും പെമ്പിള്ളേർക്ക് നിന്നെ അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ചോദിക്കണം. ഇഷ്ടപ്പെട്ടേ കണ്ട കുത്തി തല നിൽക്കാം, അപ്പൊ അതിങ്ങനെ തൂക്കിയിടാലോ, അപ്പൊ നല്ല രസമായിരിക്കും. നിങ്ങൾ നീ ടീമിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് വന്നേക്കാണ്. നമുക്കപ്പൊ നമ്മുടെ ടീം എ ആദ്യം പരിചയപ്പെടാം. ടീം എ സീതാലക്ഷ്മി. അല്ല പോസിബിൾ നിങ്ങളാണോ സീതാലക്ഷ്മി? അതെ. അപ്പൊ എനിക്ക് ആളും മനസ്സിലായല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, വഴിയെ പഠിക്കാം. ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് ക്ഷമിക്കട്ടോ. നമ്മുടെ ആരെയും കെട്ടാൻ പോയാള് അവസാനം എന്താ കെട്ടാൻ ചെന്നിപ്പോ ആരാ കെട്ടിയത് അതും കൂടി പറഞ്ഞു. പുള്ളിയോട് പോയി ചോദിക്കാം. നാളെ നമുക്ക് ഷൂട്ടിലല്ല. ഇല്ല, നീ പുള്ളിയോട് പോയി ചോദിക്കണം. തീർച്ചയായിട്ടും. അടുത്ത് നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന ആരാണ്? ഹായ് എനിക്കാണോ ഇവനാണോ? എന്റെ പേര് ഗോമതിയാണ്. I'm just working as a process analyst. Okay. So that's it. ഗോമതി. Yeah. ஏதாவது பேசுங்கோ, எனக்கு நல்லா தமிழ் புரியும். നിങ്ങൾ മലയാളത്തിലേ സംസാരിക്കും. അവരിപ്പോ മലയാളമാണോ പറഞ്ഞത് തമിഴാണോ? കുറച്ച് അറിയാം. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. എനിക്ക് വയ്യ. അപ്പൊ അടുത്ത് നമുക്ക് പരിചയപ്പെടേണ്ട ദേവസൂര്യയാണ്. ദേവസൂര്യ പരിചയപ്പെടുമ്പോൾ എനിക്കൊരു കാര്യം പറയണ്ട. ഞാൻ ഷോ തുടങ്ങുമ്പോഴേ ആഗ്രഹിച്ചത് എന്റെ കൂടെ ആങ്കർ ചെയ്യാൻ ഒരു പെൺകുട്ടി വേണമെന്ന്. കാരണം ഈ ദേവസൂര്യ എന്റെ കൂടെ വൺസ് അപ്പോൺ എ ടൈം കൂടെ ആങ്കർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിക്ക് അതിന്റെ ഗതികേടാ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. അതെന്താണ്? ഇതുപോലെ വന്നിരിക്കേണ്ടി വന്നിട്ടില്ല. ഇതിനു മുമ്പ് സംഭവിച്ച ദുരന്തം കുട്ടിക്കായിരുന്നു, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കാണ്. ആ പൂച്ചയുടെ വാല് പോലെ പുറത്തേക്ക് മൂടിയിട്ടിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടു? ആ പൂച്ചക്കുട്ടി. അപ്പൊ ആ പൂച്ചക്കുട്ടിയുടെ പേരാണ് നിമ. തിരിച്ചിട്ടെങ്കിൽ മനി. നിമ പറഞ്ഞു കൊടുത്തേ, എന്താണ് നിമ ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കൂ. ഞാൻ പ്രൊഫഷണൽ മോഡലാണ്. കണ്ടാ ഏത് മോഡലാണ്? 2019 മോഡൽ. ഞാൻ അടുത്ത ആ സുന്ദരി കുട്ടിയെ കണ്ടോ? ആ ചിരി കണ്ടോ? വിദ്യ. ആ സ്റ്റൈലിൽ പറഞ്ഞു കൊടുത്തേ. വിദ്യയുടെ വിദ്യകളൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടാ സിനിമയാണ്. തൊട്ടപ്പുറത്തുള്ള ആ ഒരു കുട്ടി, ആ ഒരു മുഖത്തിന്റെ ഐശ്വര്യവും അതിനൊക്കെ കണക്കായിട്ടുള്ള ഒരു പേരാണ് സുരഭി. സുരഭി. അപ്പൊ സന്തോഷത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടിയും ആവേശത്തോടു കൂടി ബോയിലെ ഫസ്റ്റ് ഗെയിം എന്താണ്? നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഫസ്റ്റ് ആചാരം, ഈ ഗെയിമിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ 2 ടീമിൽ നിന്നും 2 വിശിഷ്ട അതിഥികൾക്ക് വിശിഷ്ടമായിട്ടുള്ള ഒരു പൊസിഷനാണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത്. നമുക്ക് അപ്പൊ എന്തായാലും അവിടെ നിർത്താൻ, നമ്മുടെ ആ വിശിഷ്ട പൊസിഷനിൽ നിർത്താൻ ഞാൻ ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നത് ഗോമതി. അപ്പോ ബി ടീമിൽ നിന്ന് ഞാൻ വിളിക്കുന്നത് ഞങ്ങളുടെ മുത്ത് വിദ്യ. അപ്പോ ഗോമതി ആൻഡ് വിദ്യ റെഡിയാണല്ലോ? നിങ്ങളുടെ പൊസിഷനും റെഡിയാണ്. അപ്പോ ധൈര്യമായിട്ട് നടന്നോളൂ. എടേ, നിന്റെ ടീമിലെ ഗോമതിയുടെ ആ നോട്ടം കാണുമ്പോഴേ ഈ മാളത്തിന്റെ ഉള്ളിൽ നിന്ന് പെരിച്ചാഴി എത്തി നോക്കുന്ന പോലെയുണ്ട്. അത് ഈ മാളത്തിന്റെ പുറത്തിരുന്നേ ഈ നത്ത് നോക്കില്ലേ, അതുപോലെ നോക്കിയിട്ടാണ്. ഓക്കെ,
അപ്പോ ഗോമതി ഇവിടെ റെഡിയാണ്, വിദ്യ റെഡിയാണ്. ശരി, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് മെല്ലെ കിടക്കാം. ആ. അപ്പൊ പോമോനെ ദിനേശയിലെ റൂളുകൾ വെച്ച് നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കുറെ പോയിന്റുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഓരോ കളറിലും ഓരോ പോയിന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോൾ തരും. ഈ കസേര അങ്ങനെ വെട്ടി പോലെ അങ്ങോട്ട് മേലേക്ക് വെറും ബോൾ അല്ല, ഇങ്ക് ബോൾ. ഇങ്ക് ബോൾ തരും. അത് വെട്ടി പോലെ ആ കസേര അവിടെ കൊണ്ടുപോകുമ്പോൾ എറിയുക. അപ്പൊ എറിയുമ്പോൾ യെല്ലോയിലാണ് ടച്ച് ചെയ്യുന്നെങ്കിൽ 40 പോയിന്റ്സ് കിട്ടും. റെഡിലാണ് ബോൾ ടച്ച് ചെയ്യുന്നെങ്കിൽ 60 പോയിന്റ് കിട്ടും. മിഡിലാണ് ടച്ച് ചെയ്യുന്നെങ്കിൽ 80 പോയിന്റ് കിട്ടും. ഇനി ഓപ്പോസിറ്റ് ടീമിന്റെ മുഖത്താണ് അടിക്കുന്നതെങ്കിൽ 100 പോയിന്റ് കിട്ടും. സ്വന്തം ടീമിന്റെ മുഖത്താണെങ്കിൽ ഉണ്ട കിട്ടും. ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ടീം എയിൽ നിന്ന് സീതാലക്ഷ്മി. സീതാലക്ഷ്മി, അപ്പോ സീറ്റില് കാല് കറക്റ്റ് ആയിട്ട് വെക്കുക. ഹാൻഡ് റെസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇരുന്നുകൊണ്ട് ഓപ്പോസിറ്റ് ടീമിന്റെ മൂക്കിൽ ഉന്നം പിടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സുറന്ന് പോവും. അപ്പൊ ഞാൻ ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ട് ബോൾ എടുത്ത് തരട്ടെ. മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് ലക്ഷ്യം അറിയാലോ. അപ്പോ നീ പോ മോളെ. ദിനേശ ഞാൻ സീതാലക്ഷ്മിയെ വെച്ച് പ്രതീക്ഷിച്ചത് ഒരു 100 കിട്ടിയത് 40. പക്ഷെ 40 കിട്ടിയെങ്കിലും 100ന്റെ ഒരു എനർജി ആയിരുന്നു ഡാൻസ് കളിച്ചപ്പോൾ. നിങ്ങളുടെ ടീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീതാലക്ഷ്മി നിങ്ങൾക്ക് വേണ്ടി ഒരു 40 പോയിന്റ്, കേവലം 40 പോയിന്റ് നേടിത്തന്നപ്പോൾ എന്റെ ടീമിലെ ഏറ്റവും ചുണക്കുട്ടികളിൽ ഒരാളായിട്ടുള്ള നിമയെ ഇൻവൈറ്റ് ചെയ്തു. ആ മൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കാണ്. ആ മൂക്കുമായിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അപ്പൊ നിമ, അവിടെ ഗോമതി എനിക്ക് മതിയായ എന്ന് പറഞ്ഞ് ഓടുന്ന രീതിയിൽ എറിയണം. മൂക്ക് തഴഞ്ഞിട്ട് ഇങ്ങനെ വരണം. ഓക്കെ, മൂക്കിൽ നിന്ന് ഈ നീല വെള്ളം ഇങ്ങനെ ഒഴുകണം. അപ്പൊ പൊളിക്കണം. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പ് സെറ്റായിരിക്കണം. കാല് കൃത്യമായിട്ട് വെക്കണം. ഇവിടെ ഹോൾഡ് ചെയ്യരുത്. കസേരയിൽ നിന്ന് എടുത്ത് ചാടരുത്. അപ്പൊ റെഡി, നീ പോ മോനെ. ദിനേശ, ഐശ്വര്യമായിട്ട് ടീം എയിൽ നിന്ന് ദേവസൂര്യ. അപ്പോൾ കാല് കറക്റ്റായിട്ട് വെക്കുക. കൈ ഇവിടെ വെക്കാൻ പാടില്ല. സുറന്ന് പോകുമ്പോൾ എടുത്ത് ചാടാനും പാടില്ല. മനസ്സിലായല്ലോ? ടീമിന്റെ മൂക്കിനെ ഇടിച്ചു പൊളിക്കണം. ആരുടെയാണെന്ന് അറിയാലോ? വിദ്യ അവിടെ നിപ്പുണ്ട്. വിദ്യ മൂക്കൊക്കെ വെച്ചിട്ട് പുറത്ത് തലയിട്ട് കൂട്ടി. അതായത് എവിടെ പോയി ഇടിക്കുന്നുള്ള ഞാൻ എറിയുന്ന ബോളിൽ മാത്രം. പക്ഷേ പോയിന്റ് കൊണ്ട് ഇങ്ങോട്ട് വരാവും. ഇഷ്ടദേവനെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് നീ പോ മോളെ. ദിനേശ,
എന്തായിരുന്നു അനുഭവം? എന്തായിരുന്നു അവിടെ പറ്റിയത്? ഞാനൊന്നും കണ്ടില്ല, 80 കണ്ടില്ല, 60 കണ്ടില്ല, 100 കണ്ടില്ല. ആ ആകെപ്പാടെ ആ ഇതിങ്ങനെ പോകുന്നത് മാത്രം കണ്ടു, ചെയർ ആ നീലാകാശത്തേക്ക്. ആ ശരിക്കും എന്താ സംഭവിച്ചതോടെ? ശരിക്കും സംഭവിച്ചത് നീലാകാശം പീലി വിടർത്തി പച്ച തെങ്ങോലയോ എന്താ ആ. എന്താ പോലെ. നീലാകാശത്തില് നീല തടാകത്തിൽ നീന്തി കുളിക്കുന്ന രണ്ട് ആ, അതെ. അരയന്നങ്ങളെ പോലെ കണ്ടോ? അതെ സത്യത്തിൽ എന്താ ജോലി? ആരുടെങ്കിലും മൂക്കിനെറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യലാണോ പരിപാടി? അതെ ഒരു കാര്യം പറയുന്നത് വിട്ടുപോയി. ആ. ഞാൻ അവിടെ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലക്ഷ്യം മാത്രമായിരുന്നു ആ സൂരജേട്ടന്റെ മുഖം, ഒരു മനോഹരമായ മുഖം. ഞാൻ ആ 60 80 സുരജെ, കണ്ടു. ഒരു ചൊല്ലുണ്ട്, മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന ഒരു ചൊല്ലുണ്ട്. വേറെ ചൊല്ലുണ്ട്, ചക്ക വീണ് മൊയലെത്തും എന്നുള്ള ഒരു സംഭവമുണ്ട്. അതാണ് ഇപ്പൊ നടന്നത്. പറഞ്ഞു. അപ്പൊ ഇനി എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എന്റെ അഭിമാന സംരക്ഷണിയായിട്ട് സുരഭി ഞാൻ ഇനി അധികം വെല്ലുവിളിക്കാനൊന്നും നിൽക്കുന്നില്ല. എനിക്ക് പ്രതീക്ഷയുണ്ടെന്നാലും ആ പ്രതീക്ഷ തകർക്കരുത്. അവർക്കിപ്പോ 120 പോയിന്റായി, നമുക്കിപ്പോ 0 മാത്രമേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ ആണ്. അപ്പോ തകർക്കരുത് എന്റെ വിശ്വാസം. പ്രാർത്ഥിക്ക്, നന്നായിട്ട് പ്രാർത്ഥിക്ക്. അറിയുന്ന എല്ലാ ദൈവങ്ങളെയും വിളിക്ക്. ഒരു 5 മിനിറ്റ് സമയം തരാം. അറിയുന്ന എല്ലാ ദൈവത്തിനും വിളിക്ക്. ഇല്ല, ഒറ്റ ദൈവത്തിനെ വിളിക്കുള്ളൂ. കാലൊക്കെ സേഫ് ആയിട്ട് വെക്കണം. ഇവിടെ ഒന്നും പിടിക്കരുത്. അവിടെ ചെന്നതിന് ശേഷം ബാക്കി അപ്പുറത്തെ ആളുടെ മൂക്ക് എറിഞ്ഞോളൂ. ഇനി നീ പോയിട്ട് നമ്മുടെ ആളുടെ മൂക്ക് തകർക്കരുത്. കറക്റ്റ് ആ ആളുടെ മൂക്കിന് കൊള്ളണേ. ഗോമതിയുടെ മൂക്ക് തകരണേ. റെഡി? പോ മോനെ. ദിനേശാ, പോയ പോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പോയ പോക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. കസേരയിൽ പറന്നപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറക്കുന്ന പോലെ തോന്നി. പറന്നു. അപ്പൊ ആ പറക്കൽ കൊണ്ട് കാര്യം ഉണ്ടായി. 80 പോയിന്റ് ഞങ്ങൾ നേടിയടാ. പോയിന്റിന്റെ ഒന്നാമത്തെ റൗണ്ടിൽ പോമോനെ ദിനേശായിൽ പോയിന്റ് പറയുന്നതിന് മുമ്പ് കൊമ്പത്തിരിക്കുന്ന 2 പേരെ താഴെ ഇറക്കി. മോനെ കൊമ്പത്തിരിക്കുന്ന ഒരു താഴെ വരൂ. ഗോമതി വിദ്യ, പ്ലീസ് കം. ഓക്കെ, നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ സ്കോർ നിലവാരം പറയാം. ടീം എ ഫസ്റ്റ് റൗണ്ടിൽ നേടിയിരിക്കുന്നത് 120 പോയിന്റ്സ്. അപ്പൊ ഇതിലും ഉറക്കത്തിൽ പടക്കം പൊട്ടുന്ന പോലെ കൈയടിക്കാൻ ഓരോ കാണിയും റെഡി ആയിട്ടിരുന്നു. ബ്രേക്കിന് ശേഷം ഒരുപാട് ഐറ്റംസ് പുറകെ വരാനിരിക്കുന്നു. ഈ റൗണ്ടിൽ ടീം ബി 80 പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സന്തോഷം ആഘോഷിക്കാനുള്ള സമയമാണ്. ദിസ് ഈസ് ബോയിങ് ബോയിങ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ബോയിങ് ബോയിങ്. ചിരിയുടെ പൂരത്തിന്റെ അരങ്ങിൽ അടുത്ത റൗണ്ട് എന്താണ് സൂരജ്? തോമസ് ഊട്ടി വിട്ടോടാ. അപ്പൊ ശരി, റൂൾസിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഇവിടുത്തെ തോമസ് ഊട്ടി വിട്ടോട എന്ന ചടങ്ങിന്റെ ആചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണാം ഒരു റോളിംഗ് ട്യൂബ്. ഇതിന് 2 സൈഡുണ്ട്. ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്ന് 2 പേരെ നമ്മൾ പിക്ക് ചെയ്യും. 2 സൈഡിലായിട്ട് നിൽക്കും. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഡോങ് കാണാം, 2 സൈഡിലായിട്ട് ഹാമർ കാണാം. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ആൻസർ പറയുന്നതിന് മുന്നേ, അതായത് റൺ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഓടാവൂ. ഡോങ്ങിൽ അടിച്ചതിന് ശേഷം മാത്രം, ഫസ്റ്റ് അടിക്കുന്ന ആർക്കാണോ അവർക്ക് മാത്രമേ ആൻസർ പറയാനുള്ള ചാൻസ് കിട്ടൂ. ഇതിൽ പണിഷ്മെന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോങ്ങിൽ നിങ്ങൾ ഹാമർ എറിഞ്ഞടിക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റ് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് 50 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ തോമസ് ഊട്ടി വിട്ടോട റൗണ്ടിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ടീം എയിൽ നിന്ന് ആ ചൊണക്കുട്ടി സീതാ ലക്ഷ്മി. അപ്പൊ എന്റെ ടീമിൽ നിന്ന് വരുന്നു നിമ. അപ്പൊ നിങ്ങളോടായി ആദ്യത്തെ ചോദ്യം. താഴേക്ക് വന്നാൽ തിരിച്ച് മുകളിലേക്ക് പോകാത്തത് എന്ത്? റൺ.
താഴേക്ക് വന്നാൽ തിരിച്ച് മുകളിലേക്ക് പോകാത്തത് എന്ത്? നിമ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറയൂ. നിമ ഇപ്പൊ നിൽക്കുന്ന ചുറ്റുപാടിൽ അതുമായിട്ട് ബന്ധമുണ്ട്. നിമയ്ക്ക് ആൻസർ അറിയില്ല. സോ ടീം എയിൽ നിന്ന് സീതാലക്ഷ്മി പറയട്ടെ. പറയൂ. മൈക്കിൽ. മഴ. ആ, എന്റെ മുരുക, എന്റെ കൊച്ചു പറഞ്ഞ ഉത്തരം ശരിയാണോ? പ്ലീസ്. അപ്പൊ ബോയിങ്ങിലെ രണ്ടാമത്തെ റൗണ്ട് തോമസ് കുട്ടി വിട്ടോടായൽ. നമ്മുടെ ടീം എക്കാണ് ആദ്യം 50 പോയിന്റ് കിട്ടിയത്. നല്ലൊരു കൈയടി പ്ലീസ്. അപ്പൊ ആ സന്തോഷത്തോടു കൂടി വീണ്ടും ഞാൻ എന്റെ ടീം എയിൽ നിന്ന് ദേവസൂര്യ. അവിടെ നിന്ന് ദേവസേന പോകുമ്പോ ദേവസേനക്ക് ഒരു കട്ടപ്പണിയുമായിട്ട് ദേ വരുന്നു ഞങ്ങളുടെ വിദ്യ. അപ്പൊ നിങ്ങളുടെ ഉള്ള ചോദ്യം ഇതാണ്: ചിറകില്ലാതെ പറക്കുന്നത് എന്ത്? ചിറകില്ലാതെ പറക്കുന്നത് എന്ത്? റൺ. അയ്യോ, രണ്ടുപേർക്ക് ഞാൻ ഒറ്റ വിദ്യ. എന്തായാലും ആ ചോദ്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. ചിറകില്ലാതെ പറക്കുന്നത് എന്താണ്? സമയം. അയ്യോ, ഉത്തരം കിട്ടി, പക്ഷെ പോയിന്റ് കിട്ടിയില്ല. ഇങ്ങോട്ട് പോര്. നല്ലൊരു വീഴ്ചയായിരുന്നു ടീം എക്കും ബിക്കും പറ്റിയത്. ആ വീഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ടീം എയിൽ നിന്ന് ഗോമതി, ടീം ബിയിൽ നിന്ന് സുരഭി. റണ്ണ് പറഞ്ഞതിന് ശേഷം മാത്രമേ ഓടാൻ പാടുള്ളൂ. ചോദ്യം കേട്ടോ. കാമുകൻ പൂച്ച കാമുകി പൂച്ചയുടെ ചെവിയിൽ വന്ന് ഒരു രഹസ്യം പറഞ്ഞു. എന്തായിരിക്കും അത്? കാമുകൻ പൂച്ച കാമുകി പൂച്ചയുടെ ചെവിയിൽ വന്ന് ഒരു രഹസ്യം പറഞ്ഞു. എന്തായിരിക്കും അത്? ഗോമിൽ ആദ്യം അടിച്ചിരിക്കുന്നത് ഗോമതിയാണ്. ആൻസർ പറഞ്ഞോളൂ. എന്റെ മുരുക, ഉത്തരം ഇതുപോലെ ശരിയാണോ? അപ്പോ സന്തോഷ വർത്തമാനം. തോമസ് ഊട്ടി വിട്ടോടായി റൗണ്ടിൽ ടീം എ നേടിയിരിക്കുന്നത് 100 പോയിന്റ്സ് ആണ്. ടീം ബി അല്ല, ഇനിയും 3 ചോദ്യം ബാക്കിയുണ്ട്. അതിൽ ഞങ്ങൾ തീരുമാനമായിക്കോളാം. ശരി. അക്കുലേ. അപ്പൊ ആ 3 ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യത്തിനായി വീണ്ടും ഞാൻ ടീം എയിൽ നിന്ന് സീതാലക്ഷ്മി, ടീം ബിയിൽ നിന്ന് ഞങ്ങളുടെ മുത്ത് നിമ. പ്രതീക്ഷകൾ കൈവിടരുത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പൂവിലിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? പൂവിലിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? റൺ. അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടികൾ വെള്ളത്തിൽ ചാടിയതുകൊണ്ട് അവരോട് തന്നെ ഇത് ഒരിക്കൽ കൂടെ ചോദിക്കാം. പൂവിലിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? അറിയാമോ? ഡി. ടീം എക്കും ബിക്കും ആൻസർ പറയാൻ പറ്റിയെങ്കിലും പക്ഷെ ഡോങ്ങിൽ അടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ നമ്മുടെ ടീം എയിൽ നിന്ന് ഗോമതി, ടീം ബിയിൽ നിന്ന് വിദ്യ. ഇത്തവണ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം വളരെ രസകരമായ ചോദ്യമാണ്. സിമ്പിളാണ്. ഒരു ടങ് ട്വിസ്റ്റർ ആണ്. Tongue twister ആണ്. അതായത് നാക്കുടക്കി. അപ്പൊ ഇത്തവണ ടങ് ട്വിസ്റ്റർ വീരൻ നമ്മുടെ ആരാണ്? സൂരജ് ആണ്. ഞാനൊരു ടങ് ട്വിസ്റ്റർ ചോദിക്കാൻ പോവാണ്. നിനക്ക് തെറ്റരുത്. ടങ് ട്വിസ്റ്റർ തന്നെ പറയാൻ കിട്ടിയില്ല. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണ്ടും ഗ്ലൂ 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 മാറിയതിനു ശേഷം പറഞ്ഞാൽ മതി. സംഭവം ഇത്രയേ ഉള്ളൂ. ഫ്രഷ്ലി ഫ്രൈഡ് ഫ്രഷ് ഫ്ലഷ്.
ഓടരുത്, റൺ പറഞ്ഞിട്ടേ ഓടാവും. ഫ്രഷ്ലി ഫ്രൈഡ് ഫ്രഷ് ഫ്ലഷ് റൺ. അപ്പോ ഇത്തവണ രണ്ടുപേർക്കും ഡോങ്ങിൽ അടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ വിദ്യക്കുട്ടിക്ക് ആ ചാൻസ് കൊടുക്കാം. ഫ്രഷ്ലി ഫ്രൈഡ് ഫ്രഷ് ഫ്ലഷ്. ഒന്നുകൂടി പറ. ഫ്രഷ്ലി ഫ്രൈഡ് ഫ്രഷ് ഫ്ലഷ്. ഗോമതിക്ക് കൂടെ ഒരു ചാൻസ് കൊടുക്കാം. ഭയങ്കര ആവേശം. ഗോമതിക്ക് കൂടെ ഒരു ചാൻസ്. ഗോമതി ഫ്രഷ്ലി ഫ്രൈഡ് ഫ്രഷ് ഫ്രഷ്. വെരി ഗുഡ്. എന്ത് സ്വീറ്റ് ആയിരിക്കുന്നു. വാട്ടർ വെള്ളം. അതെല്ലാം ഇഷ്ടംപോലെ കുടിച്ചോ, ആവശ്യത്തിന് കുടിച്ചോ. വെള്ളം മൂക്കിലും തൊണ്ടയിലും കയറിയപ്പോ മൂക്ക് കൊണ്ടാണ് പറയുന്നത്. ഫ്രഷ്ലി ഫ്രൈഡ് ഫ്രഷ് ഫ്ലഷ്. ഫ്രഷ്ലി ഫ്രൈഡ് ഫ്രഷ് ഫ്രഷ്. ഫ്രഷ്. ആ തുപ്പൽ ഇവിടെ തെറിച്ച്. സൂരജ്, നമ്മുടെ ഗോമതിക്ക് ഒരു ഫ്രഷ് ജ്യൂസ് കൊടുക്കേണ്ട സമയമായി. കയറി വരൂ. അപ്പോൾ അഗൈൻ ടീം എയിൽ നിന്ന് ആ ചുണക്കുട്ടി സീതാലക്ഷ്മി. സീതാലക്ഷ്മി അവിടെ വരുമ്പോൾ ഞങ്ങളുടെ സ്വന്തം സുരഭി. നിങ്ങളോടുള്ള ചോദ്യം വീണ്ടും ഒരു ടങ് ട്വിസ്റ്റർ ആണ്. പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു. പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു. പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു. കറക്റ്റ്. എന്റെ സൂരജ്, സ്ലോ മോഷൻ അല്ല, സ്പീഡിൽ പറയണം. പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയെടുത്ത് വടി. മൊത്തത്തിൽ ചളിയായല്ലോ. ഞാൻ ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ കുട്ടികളിലെ മിടുക്കി ആരാണെന്ന് നോക്കട്ടെ. റൺ. ഓ, നീയാണ് ക്ഷത്രിയ കുലത്തിൽ പിറന്ന എന്റെ അപ്പോ തങ്കക്കുടം. ഒരു ഈ സൂരജിന്റെ മുത്ത് പുളിയെടുത്ത് വടിയിലല്ല അടിച്ചത്, പുളിയെടുത്ത് ഡോങ്ങിലാണ് അടിച്ചത്. അപ്പൊ അടിച്ചതൊന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പൊ അടിച്ചതൊന്ന് പറഞ്ഞ ഒരിക്കൽ കൂടെ വേണോ? പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുടി. ഇതൊരു മാതിരി ചളിയായി പോയി. പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു. പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു. സ്പീഡിൽ 3 പ്രാവശ്യം പറയട്ടെ. പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു. പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു. അപ്പൊ എന്റെ ചുണക്കുട്ടി, നീ എന്റെ പട്ട മഹിഷിയാണ് ഇനി മുതൽ. എന്റെ ലെഫ്റ്റ് സൈഡിലാണ് നിന്റെ സ്ഥാനം ഇനി മുതൽ. റൈറ്റ് സൈഡിൽ ആരെങ്കിലും ഇതേ ഒരുത്തം നിൽക്കുന്ന കാണുന്നില്ലേ? ഒരു കാര്യമില്ലാത്തൊരു നിൽക്കുന്ന കാണുന്നില്ലേ? അപ്പൊ 50 പോയിന്റ് എന്റെ ചുണക്കുട്ടി ഈ റൗണ്ടിൽ നേടിത്തന്നു. പക്ഷേ തോമസ് കുട്ടി വിട്ടോട റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 100 പോയിന്റ്സ്. കുഴപ്പമില്ല, ഞങ്ങൾ 50 പോയിന്റ് നേടിയിരുന്നു. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് താമരശ്ശേരി ചുരം. അതുപോലെ നമ്മളും കാത്തിരിക്കുകയാണ് താമരശ്ശേരി ചുരത്തിന് വേണ്ടിയിട്ട്. അതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ബോയിങ്. വെൽക്കം ബാക്ക് ടു ബോയിങ്. സൂരജ്, യെസ്, സുപ്രധാനമായിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ആണ്. എന്താണ് അതിന്റെ പേര്? താമരശ്ശേരി ചുരം. എന്താണ് ഈ ഗെയിമിന്റെ പ്രത്യേകത? കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം റെഡ് ഫ്ലാഗ് കാണാം, ബ്ലൂ ഫ്ലാഗ് കാണാം. നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത് ബ്ലൂ ഫ്ലാഗ് ആണ്. അതുപോലെ അവ ചുരം കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്ലാഗ് പിടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുക. ഇനി നമ്മൾ പരിചയപ്പെടേണ്ട 2 പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഉണ്ട്. ജില്ലു, ബില്ലു. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ലുക്കുള്ള ആൾക്കാർ, അതുപോലെ തന്നെ പെർഫോമേഴ്സ് ആണ്, അടിപൊളി ഡാൻസേഴ്സ് ഒക്കെയാണ്. ആ ഡാൻസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നിങ്ങൾക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ 500 സെക്കൻഡ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെൺകുട്ടികളല്ലേ, കയ്യിൽ നഖങ്ങളൊക്കെ വളർത്തിയിട്ടുണ്ടായിരിക്കും. ഒരിക്കലും നഖം വെച്ച് കയറി ആ റെക്സിൻ കീറരുത്. ഒരിക്കലും നിങ്ങൾ ആ സൈഡ് വാളിൽ പിടിച്ച് കയറാനും പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പരസ്പരം ടീം എക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷെ ടീം ബിക്ക് ടീം ബിയെ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഓപ്പോസിറ്റ് ടീം സപ്പോർട്ട് ചെയ്യരുത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ്, ഒരു ഫ്ലാഗ് കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് 200 പോയിന്റ്സ് ആണ്. മനസ്സിലായോ? 200 പോയിന്റ് കിട്ടും. ടോട്ടലി 600 പോയിന്റുകൾ നേടാൻ പറ്റുന്ന ഒരു റൗണ്ടാണിത്. ഇത്ര നേരം നമുക്കൊരു ക്ഷീണം ഉണ്ടെങ്കിൽ ആ ക്ഷീണമൊക്കെ മറികടന്നുകൊണ്ട് ചാമ്പ്യന്മാരാകാൻ പറ്റുന്ന അവസരം. ശരിക്കും തോൽവിയും വിജയം താമരശ്ശേരി ചുരത്തിലൂടെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. കറക്റ്റ് പൊസിഷനിൽ ചെന്ന് നിൽക്കുക. എന്താണ് പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂ ഫ്ലാഗിന് ഓപ്പോസിറ്റ് നിങ്ങൾ നിൽക്കുക, ടീം എ നിൽക്കുക. റെഡ് ഫ്ലാഗിന് ഓപ്പോസിറ്റ് നിങ്ങൾ നിൽക്കുക. അപ്പോ ധൈര്യമായിട്ട് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് പോയിട്ട് വാ മക്കളെ.
മെല്ലെ പോയാ മതി. Yes. സുരഭി. പോയ സ്പീഡിൽ അതേ സ്പീഡിൽ തിരിച്ചു വന്നു. വിദ്യ ഒരു നല്ല അറ്റംപ്റ്റ്. വിദ്യ ഗോമതി ഗോ. അവിടെ ജില്ലു ബില്ലു ആയിട്ട് ഫൈറ്റ് ആണ്. യു ക്യാൻ നിമ. അയ്യോ വെരി ഗുഡ്. നമ്മുടെ ലക്ഷ്യം താമരശ്ശേരി ചുരം മാത്രമാണ്. നിമ രണ്ടുപേരും കൂടി ജമ്പ് ചെയ്താൽ കിട്ടും. 1 minute 60 seconds only. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ചാട്. വിദ്യ. ഇനി നമ്മൾ താമരശ്ശേരി ചുരം ഇറങ്ങാൻ പോവാണ്. അപ്പോ ഈ ഒരു മത്സരം കഴിയുമ്പോ അങ്ങേറ്റം ആവേശത്തോടെ സ്കോറെന്ന് പറഞ്ഞു കൊടുത്തേ. സ്കോർ പറയുന്നതിന് മുന്നേ നമുക്ക് ഇവരുടെ അനുഭവങ്ങൾ അറിയണ്ടേ? അത് നല്ലതാ. ദേവസൂര്യ എങ്ങനെ ഉണ്ടായിരുന്നു? ബോയിങ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആര്യ കിട്ടാൻ വേണ്ടിട്ട് ഇതിനേക്കാളും വലിയ പോരാട്ടങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊന്നും ഒന്നുമല്ല. അടുത്താള്. I really enjoyed it. Wow, very good. നല്ലൊരു കൈയ്യടി കൊടുത്തേ. അടുത്താള് സീതാലക്ഷ്മി. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാൻ സത്യം പറഞ്ഞ സീതാലക്ഷ്മിക്ക് ഒരു ജീവിതം തരാമെന്ന് ആഗ്രഹിച്ചതിന്റെ കാര്യം ആര്യ മിസ്സായി പോയതുകൊണ്ടാണ്. അപ്പൊ എന്താണ് അവിടെ മിസ്സാവും? ആ സിമ്പതിയുടെ പുറത്താണ് സത്യം. ആര്യ കിട്ടിയില്ലെങ്കിൽ അതേ ഹൈറ്റിലും വെയിറ്റിലുള്ള ഒരാളെ കിട്ടിട്ട് വെച്ചു. ഞാൻ കുറെ പോസ്റ്റ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം? ആര്യ ചതിച്ചതാണോ സീതാലക്ഷ്മി ചതിച്ചതാണോ? ആര്യക്കാണ് മിസ്സായത്. ആക്ച്വലി എനിക്ക് മിസ് ഒന്നും ആയിട്ടില്ല. ഭാഗ്യം, എനിക്ക് മിസ്സായതിൽ ഞാൻ അങ്ങേറ്റം നന്ദി. ആര്യക്ക് എന്താണ് മിസ്സായത്? എന്നെ ഇവര് മിസ്സായല്ലോ. എല്ലാരും ഒരാളെ കിട്ടാൻ പറ്റുള്ളൂ. ഞങ്ങള് ഒരാള് തന്നെയാണ്. എന്നെയാണ് ഇത് ആ മല കയറിയ പോലെ എന്നെ കയറ്റി വിട്ടത് ഇവരെല്ലാരും. വേദനിക്കുന്നില്ല? ഇതുപോലെ ഒരു താമരശ്ശേരി ചേട്ടൻ 4 തവണ കയറി ഇറങ്ങിയിട്ട് ചാകാൻ തോന്നുന്നില്ല? ഇല്ല, കാരണം ആ ഷോയിലൂടെയാണ് ഞങ്ങൾ കുറെ പേര് അടുത്തത്. സോ അതിനേക്കാട്ടും അപ്പുറം ഒന്നുമില്ല. ആര്യയുടെ നടക്കാതെ പോയ ഭാര്യമാർ, അഭിനന്ദനങ്ങൾ. അല്ല, കല്യാണം കഴിക്കാതെ പോയ മൊത്തം അലമ്പാട്. ആര്യയുടെ നടക്കാതെ ഭാര്യ. നമ്മളെ നമുക്ക് അടുത്ത ടീം ബിയുടെ അനുഭവം. പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിലും എന്നെ കിട്ടിയില്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവനെ കൊണ്ടുപോകുന്നുണ്ടോ?
അത് വേണോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. വെറുതെ തരാം, എടുത്തോ. അടുത്ത ആള്. എനിക്ക് ഒരു കാര്യം പറയുള്ളൂ, ഓ ഇതൊരു ഗെയിം ഷോ ആണ്. ആ. ഗെയിം ഷോ ആവുമ്പോ ജയം ഉണ്ടാവും, തോൽവി ഉണ്ടാവും. ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം ആഘോഷിക്കുക, ജയം ആഘോഷിക്കുക, വിജയം ആഘോഷിക്കുക, അല്ലെങ്കിൽ തോൽവി എല്ലാം ആഘോഷിച്ച് ജീവിക്കുക. അത്രേ ഉള്ളൂ, അത്ര എനിക്ക് പറയുള്ളൂ. പിന്നെ ഫുൾ ഓൺ ആയി നമ്മുടെ ആങ്കേഴ്സും ഓഡിയൻസും എന്റെ ടീമും മറ്റേ ടീമും. താങ്ക് യു സോ മച്ച്. അല്ലേലും ഇപ്പൊ അങ്ങനല്ലേ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കുന്നേ. അപ്പൊ ആ ആഘോഷത്തിന്റെ മുഖമാണ് ദിവ്യ. അടുത്ത് എനിക്കൊരു അമ്യൂസ്മെന്റ് പാർക്ക് ഇറങ്ങി വന്ന ഒരു ഫീൽ ഉണ്ട്. അത് ലാസ്റ്റ് അല്ലേ ഉണ്ടായത്, ആദ്യമല്ലല്ലോ, അവസാനല്ലേ. ലാസ്റ്റ് ഞാൻ വിചാരിച്ചത് എന്റെ നടു പോയി എന്ന് വിചാരിച്ചു, പക്ഷെ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഇനിയും ബോയിലേക്ക് വിളിച്ച വരുമോ? തീർച്ചയായിട്ടും വരും. ഇതിനേക്കാളും വലിയ മത്സരങ്ങൾ വെച്ചാൽ അടുത്ത തവണ ഇതിലും ഇൻഷുറൻസ് ഒക്കെ ഒന്ന് പുതുക്കിയിട്ട് വരാം. അടുത്ത തവണ വേറെ ലെവൽ സാധനമാണ് കേട്ടോ. തലകുത്തിയിരിക്കുന്ന സാധനമുണ്ട്, വെള്ളത്തിൽ തലകുത്തിരിക്കണം. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കണോ? അടുത്ത എപ്പിസോഡിൽ ഇതിലും സുന്ദരിമാരെ ഞാൻ ഇറക്കും. ഇന്ന് തുടക്കം മുതൽക്ക് അവസാനം വരെ നിനക്ക് ഒടുക്കമില്ലാത്ത തിരിച്ചടികളാണ്. അല്ല, അത് ഈ കോസ്റ്റ്യൂമിന്റെ പ്രശ്നമാണ്. ഇന്ന് ഈ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത ആളോട് പ്രത്യേകം പറയാം, ഈ ടൈപ്പ് കോസ്റ്റ്യൂമിന് എനിക്ക് വേണ്ട, ഒന്നും ക്ലിക്ക് ആയിട്ടില്ല. ഈ റൗണ്ടിൽ നമ്മുടെ 2 കുട്ടികൾ, ടീം എയിൽ നിന്ന് 2 കുട്ടികൾ മുകളിലെത്തി 2 ഫ്ലാഗ് കളക്ട് ചെയ്തു. അവർക്ക് കിട്ടിയിരിക്കുന്നത് 400 പോയിന്റ്സ് ആണ്. അടുത്ത് ടീം ബിയിൽ നിന്നും 2 പേര് മുകളിലെത്തി, അവർക്ക് കിട്ടിയിരിക്കുന്നതും 400 പോയിന്റ്സ് ആണ്. നല്ലൊരു കയ്യടി. അപ്പോൾ നമ്മുടെ മത്സരങ്ങൾ ബോയിങ്ങിൽ ഇന്ന് അവസാനിക്കുമ്പോൾ നമ്മുടെ മൊത്തം സ്കോർ നിലവാരം ടീം ബിക്ക് കിട്ടിയിരിക്കുന്നത് 530 പോയിന്റ്സ് ആണ്. നല്ലൊരു കയ്യടി. എന്നാലും നമ്മളത് ഒപ്പിച്ചു. അതാണ് ഇനി കയ്യടിയുടെ ആർജവും ഊർജവും കുറെ കൂടെ വേണം. ടീം എക്ക് കിട്ടിയിരിക്കുന്നത് 620 പോയിന്റ്സോട് കൂടി വിൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബോയിങ് പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ഉണ്ട്. മറ്റാരുമല്ല, ദേവസൂര്യക്ക് ലഭിക്കുന്നു സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. ഓടിവാ. ഇന്നത്തെ ബോയിങ് എപ്പിസോഡ് അവസാനിക്കാൻ സമയമായി. ചിരിയുടെ പൂരത്തിന് ചെറിയൊരു അവസാനം. പക്ഷേ ഇതേ എനർജിയും ഇതുപോലുള്ള ചുടക്കുട്ടികളുമായി നാളെ മറ്റൊരു എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഇതേ സമയം വരുന്നു. ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് ദീപക് ആൻഡ് സൂരജ്.